ഒരു മനോഹരമായ രാജ്യത്ത് ഒരു ചിത്രരചനക്കാരൻ താമസിച്ചിരുന്നു. അവൻ എന്ത് ചിത്രങ്ങൾ വരച്ചാലും നല്ല ഭംഗിയിൽ അത് അവിടെ തന്നെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ പല ചിത്രങ്ങൾ വരച്ചു. അവൻ ബേർഡ്സ്, സീനറീസ് അങ്ങനെ കുറേ വരച്ചു. ഒരു പെണ്ണിനെ വരച്ചാൽ പോലും ആ പെണ്ണ് അവിടെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് നാട്ടുകാർ മുഴുവനും അവനോട് നീ നന്നായി വരയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് അഹങ്കാരം കൂടി. ഈ സമയത്താണ് അവിടുത്തെ രാജാവ് ഒരു വിഷയം പറയണത്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ സുന്ദരമായ ഒരു മോളുണ്ട്. ആ മോളെ ഒന്ന് ഭംഗിയിൽ വരച്ച് തരുന്നവർക്ക് തക്കതായ സമ്മാനം കിട്ടും. കാരണം എന്താ വെച്ചാൽ മോളുടെ സ്വയംവരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കതായ സമ്മാനം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ട നാട്ടുകാർ മുഴുവനും അവനോട് വന്ന് പറഞ്ഞു, നീ ഇതിൽ പങ്കെടുത്താൽ വിജയിക്കുന്നു. ഇത് കേട്ട അവന് അഹങ്കാരം കൂടിയിട്ട് ദേഷ്യം വന്നു. പല രാജ്യത്തു നിന്നും ഈ വിഷയം കേട്ടിട്ട് പല ആൾക്കാരും എത്തി. ആ ഡേറ്റും വന്നു. ഈ സമയത്താണ് കൊട്ടാരത്ത് പോയിട്ട് അവൻ വരയ്ക്കാനായിട്ട് തൻ്റെ പെൻസിൽസ് ഇതൊക്കെ റെഡിയാക്കണ സമയത്ത് രാജാവ് മോളെ കൊണ്ടുവന്ന് നിർത്തി വരയ്ക്കാനായിട്ട്. ഇത് കണ്ട് അവൻ പാനിക്കായി. ഇനി നമുക്ക് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെ ഓരോരുത്തരും വരയ്ക്കാൻ തുടങ്ങി. ആ സമയം കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എല്ലാവരുടെയും ചിത്രം നോക്കട്ടെ എന്ന്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഡിസൈനിൽ അവരവരുടെ മനസ്സിൽ വന്ന രൂപങ്ങൾ നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ്റെ സമയം വന്നപ്പോൾ ഇവൻ വരച്ചത് വളരെ മോശമായിരുന്നു. അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. ഇത്രയും നല്ല സുന്ദരമായ എൻ്റെ മോളെ ഇങ്ങനെ വരച്ച ഇവൻ്റെ കൈവിരലുകൾ വെട്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൈവെട്ടി. ഇങ്ങനെയുള്ള സമയത്താണ് അവൻ വല്ലാണ്ട് വിഷമിച്ചത്. അഹങ്കാരം അവനെ കൊന്നു എന്ന് അവന് മനസ്സിലായി. അപ്പോൾ ഈ ഭൂമിയിൽ ഭഗവാൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള കഴിവുകൾ തന്നിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. ഇതെൻ്റെ സ്വന്തം